പ്രിയ സഖാവ് സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിച്ച രാജ്യ തലസ്ഥാനം. യെച്ചൂരിയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഉടൻ എയിംസിലെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സോണിയാഗാന്ധി, ജയറാം രമേശ്, മനീഷ് സിസോദിയ, ഉദയനിധി സ്റ്റാലിൻ തുടങ്ങിയ നേതാക്കളും അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. ബി ബാലഗോപാൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ബാലു, നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം ജീവിതം കൊണ്ട് ഒരു ചരിത്രം എഴുതി വെച്ച മനുഷ്യൻ എങ്ങനെയാണ് ഡൽഹി വിട നൽകുന്നത്? സീതാറാം യെച്ചൂരിയുടെ വിലാപയാത്ര, സീതാറാം യെച്ചൂരിയുടെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അല്പസമയത്തിനുള്ളിൽ തന്നെ അശോക റോഡിലെ 14 നമ്പർ കെട്ടിടത്തിൽ എത്തുന്നതായിരിക്കും. ഈ വിലാപയാത്ര ഇപ്പോൾ കേരള ഹൗസിന് സമീപം നിർത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് അശോക റോഡിലെ 14 നമ്പർ കെട്ടിടത്തിന് സമീപത്തേക്കാണ് കൊണ്ടുവരുന്നത്. തുടർന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. 100 കണക്കിന് പേരാണ് ഈ സീതാറാം യെച്ചൂരിക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി ഇപ്പോൾ ഈ അശോക റോഡിന് സമീപത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. നേരത്തെ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി കഴിയാത്തവർക്ക് അതിനുള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ചടങ്ങുകൾ കൂടി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. ഈ CPM-ൻ്റെ മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എന്നിവരൊക്കെ ഈ വാഹനത്തെ അനുഗമിച്ചുകൊണ്ട് ഈ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലേക്ക് പോകുന്നതായിരിക്കും. ഏതാണ്ട് 100 കണക്കിന് പേരാണ് ഈ വിലാപയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. ഡൽഹിയിലെ AKG ഭവനിൽ നിന്ന്, ഗോൾഡ് മാർക്കറ്റിലെ AKG ഭവനിൽ നിന്ന് 14 അശോക റോഡിലേക്ക് ഈ വിലാപയാത്ര ഏതാണ്ട് 3/4 മണിക്കൂർ സമയമെടുത്താണ് കടന്നു വന്നത്. നമുക്ക് ഇപ്പോൾ കാണാം, ഈ യെച്ചൂരിയുടെ വിലാപയാത്ര അവസാനിച്ചിരിക്കുകയാണ്. ഈ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഭൗതിക ശരീരം കുടുംബാംഗങ്ങൾ ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന് കൈമാറുന്നതായിരിക്കും. യെച്ചൂരിയുടെ ആവശ്യപ്രകാരം, യെച്ചൂരിയുടെ ആഗ്രഹപ്രകാരം ഈ ഭൗതിക ശരീരം മെഡിക്കൽ പഠന ആവശ്യങ്ങൾക്കായി ഈ ആശുപത്രിയിലേക്ക് കൈമാറുവാനാണ് എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. സീതാറാം യെച്ചൂരിയുടെ ഭാര്യ സീമ ചിസ്തി, മക്കൾ, അതുപോലെ തന്നെ പേഴ്സണൽ സ്റ്റാഫിലെ 2 അംഗങ്ങൾ എന്നിവരാണ് യെച്ചൂരിയെയും വഹിച്ചുകൊണ്ടുള്ള യെച്ചൂരിയുടെ അവസാന യാത്ര ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അശോക റോഡിലൂടെ ഉള്ള ഈ യാത്ര ഇപ്പോൾ ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലേക്ക് പോകുന്നത്. വിലാപയാത്രയ്ക്കൊപ്പമുണ്ടായിരുന്ന നേതാക്കൾ മറ്റ് വാഹനങ്ങളിൽ ഇതിനെ അനുഗമിച്ചുകൊണ്ട് ഇപ്പോൾ പോകുകയാണ്. അശോക റോഡിലെ സർക്കിൾ വലം വയ്ക്കുന്ന, അതായത് ഈ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വാഹനം വലം വയ്ക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. തൻ്റെ രാഷ്ട്രീയ ജീവിതം, യെച്ചൂരിയുടെ CPM രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നതിൽ ഏറ്റവും നിർണായകമായ, ചരിത്രത്തിലെ ഏറ്റവും സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ 14 അശോക റോഡ് എന്നത്. കാരണം 1984-ൽ അദ്ദേഹം CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാകുന്നത് മുതൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ഈ AKG ഈ 14 അശോക റോഡിലായിരുന്നു. അവിടെ നിന്നാണ് പിന്നീട് 1992-ൽ ഡൽഹിയിലെ AKG ഭവനിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം മാറുന്നത്. അദ്ദേഹത്തിൻ്റെ വാഹനവും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള മൃതദേഹം ഇപ്പോൾ ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. വിലാപയാത്ര സമാപിച്ചു. വിലാപയാത്രയ്ക്കൊപ്പമുള്ളവർ ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ, അതായത് CPM-ൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളും അതുപോലെ തന്നെ യെച്ചൂരിയുടെ കുടുംബാംഗങ്ങളുമാണ് ഈ ഭൗതിക ശരീരം ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന് കൈമാറുന്നത്. അതിൽ നേതാക്കളും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും മാത്രമാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലേക്ക് തിരിച്ചിട്ടുള്ളത്. ഏതാണ്ട് 10-15 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അവർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ എത്തുകയും തുടർന്ന് അവിടെ അനോട്ടമി ഡിപ്പാർട്ട്മെൻറ്റിന് സീതാറാം യെച്ചൂരി എന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിഷേധ്യനായ നേതാവിൻ്റെ ഭൗതിക ശരീരം കൈമാറുകയും ചെയ്യുന്നതായിരിക്കും. തീർച്ചയായും ബാലു, സീതാറാം യെച്ചൂരിയുടെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ മൃതദേഹം എയിംസിലേക്ക് നൽകുകയാണ്. അവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാനായി, വൈദ്യ പഠനത്തിനായി അദ്ദേഹത്തിൻ്റെ മൃതദേഹം എയിംസിന് കൈമാറുകയാണ്. വിലാപയാത്ര കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശരീരം ഇപ്പോൾ എയിംസിലേക്ക് എത്തിക്കുകയാണ്. ബാലു, അതിവൈകാരികമായ ഒരു വിലാപയാത്രയാണ്. നോക്കൂ, ഇടതുപക്ഷത്ത് ഇനി
സീതാറാം യെച്ചൂരി ഇല്ല. ആ ഒരു വാസ്തവം തിരിച്ചറിഞ്ഞുള്ള അണികളുടെയും നേതാക്കളുടെയും അത്രയും വൈകാരികമായ ഒരു വിലാപയാത്രയല്ലേ? തീർച്ചയായും അതിവൈകാരികമായ ഒരു യാത്രയപ്പാണ് സീതാറാം യെച്ചൂരിക്ക് നൽകി ഈ പാർട്ടിയും അതുപോലെ തന്നെ CPM-ൻ്റെ അണികളും ഡൽഹിയിലെ പൗരാവലിയും ഒക്കെ ചേർന്ന് നൽകിയിരിക്കുന്നത്. തികച്ചും വികാര നിർഭരമായ കാഴ്ചകളായിരുന്നു ഇന്ന് രാവിലെ മുതൽ ഡൽഹിയിലെ AKG ഭവനിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നത്. ഇന്നലെ ഈ യെച്ചൂരിയുടെ ഭൗതിക ശരീരം ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിന്ന് ഏതാണ്ട് വൈകിട്ട് 4:15 മണിയോടുകൂടിയാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം നടന്ന അദ്ദേഹം SFIയിലേക്ക് അംഗമാകുന്ന ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോവുകയായിരുന്നു. നമ്മൾ ഇന്നലെ ദൃശ്യങ്ങളിൽ കണ്ടു. എത്ര വൈകാരികമായ ഒരു യാത്രയപ്പാണ്, ഒരു യാത്രാ മൊഴിയാണ് സീതാറാം യെച്ചൂരിക്ക് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അദ്ദേഹത്തിനോടൊപ്പം പഠിച്ചിരുന്നവരും അധ്യാപകരും ഒക്കെ ചേർന്ന് നൽകുന്നത്. സമീപകാല ചരിത്രത്തിൽ ഒന്നും തന്നെ കാണാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു യാത്രയപ്പ് എന്ന് വേണം പറയാൻ വേണ്ടി കഴിയുന്നത്. 3 തവണ ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ യൂണിയൻ പ്രസിഡന്റായിരുന്ന യെച്ചൂരിയുടെ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് കനത്ത മഴയും ഇന്നലെ കാലം തെറ്റിയ മഴ ആയിരുന്നു ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. ആ കനത്ത മഴയും അവഗണിച്ചുകൊണ്ട് 100 കണക്കിന് പേരായിരുന്നു അവിടെ എത്തിച്ചേർന്നിരുന്നത്. അതിനുശേഷം യെച്ചൂരിയുടെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തിരുന്നത്. വസന്ത് കുഞ്ചിലെ വീട്ടിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ എത്തി. യെച്ചൂരിയുടെ സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ എന്നിവരൊക്കെ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. CPM-ൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അതുപോലെ തന്നെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തിയിരുന്നത് ഈ വസന്ത് കുഞ്ചിലെ വസതിയിലായിരുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നലെ രാത്രി വൈകി ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തുടങ്ങി നിരവധി പേരായിരുന്നു യെച്ചൂരിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതിന് വസന്ത് കുഞ്ചിലെത്തിയത്. ഇന്ന് രാവിലെ ആദ്യം മഴ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് മഴ മാറി എന്നത് വലിയൊരു ആശ്വാസകരമായിരുന്നു. 10:30 കൂടി ഡൽഹിയിലെ AKG ഭവനിൽ യെച്ചൂരിയുടെ ഭൗതിക ശരീരം കൊണ്ടുവന്നിരുന്നു. അതിനുശേഷം 11 തൊട്ട് വൈകിട്ട് 3 വരെ പൊതുദർശനത്തിന് വയ്ക്കുകയും സമൂഹത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട 100 കണക്കിന് പേരായിരുന്നു ഈ യെച്ചൂരിക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി AKG ഭവനിൽ എത്തിച്ചേർന്നിരുന്നത്. നമുക്കറിയാം, രാഷ്ട്രീയത്തിന് അതീതമായി യെച്ചൂരിയുടെ സൗഹൃദത്തിൻ്റെ ബന്ധം എത്രത്തോളം ആഴത്തിലുള്ളതായിരുന്നുവെന്ന് ഇന്ന് AKG ഭവനിലെത്തിയ ഈ നേതാക്കളുടെയും അതുപോലെ തന്നെ പ്രവർത്തകരുടെയും ജനങ്ങളുടെയും ഒക്കെ പങ്കാളിത്തത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സോണിയാഗാന്ധി അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നതിനാൽ കഴിഞ്ഞ 9 മാസമായി ഒരു തരത്തിലുള്ള പൊതുപരിപാടികളിലും അവർ പങ്കെടുക്കുന്നില്ലായിരുന്നു. എവിടെയെങ്കിലും ആൾക്കൂട്ടമുള്ള ഒരു ചടങ്ങിലും സോണിയാഗാന്ധി പങ്കെടുത്തിട്ടില്ല. പക്ഷേ ഇന്ന് സീതാറാം യെച്ചൂരിയുടെ അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി അവർ AKG ഭവനിൽ എത്തിയിരുന്നു. സ്വന്തം ആരോഗ്യ സ്ഥിതി പോലും അവഗണിച്ചുകൊണ്ടായിരുന്നു സോണിയാഗാന്ധിയും അതുപോലെ തന്നെ NCPയുടെ ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമൊക്കെ AKG ഭവനിലെത്തി യെച്ചൂരിക്ക് അന്തിമോപചാരം അർപ്പിച്ചത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ യെച്ചൂരിയുടെ സൗഹൃദ ബന്ധം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മാത്രമല്ല ഒരുപക്ഷെ പ്രതിപക്ഷ പാർട്ടികൾക്ക് തന്നെ ആ ബന്ധം വലിയൊരു രാഷ്ട്രീയ മുതൽക്കൂട്ടായിരുന്നുവെന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ മുതൽക്കൂട്ടിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സൗഹൃദ വലയത്തിൽപ്പെട്ട നിരവധി പേരാണ്, 100 കണക്കിന് പേരാണ് സീതാറാം യെച്ചൂരിക്ക് അന്തിമ യാത്ര നൽകുന്നതിനായി ഇന്ന് AKG ഭവനിലെത്തിയത്. AKG ഭവനിൽ നിന്ന് വിലാപയാത്രയാണ് 14 അശോക റോഡിലേക്ക് ഈ ഭൗതിക ശരീരം യെച്ചൂരിയുടെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ആദ്യം എത്തിയത്. ഈ 14 അശോക റോഡ് എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സീതാറാം യെച്ചൂരി എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ, അതായത് അദ്ദേഹം 1984 മുതൽ 1992 വരെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രം ഡൽഹിയിലെ 14 അശോക റോഡിലായിരുന്നു. അവിടെയായിരുന്നു അക്കാലത്ത് CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി ആസ്ഥാനം ഉണ്ടായിരുന്നത്. 1992
1992 മദ്രാസ് പാർട്ടി കോൺഗ്രസോടുകൂടിയാണ് സീതാറാം യെച്ചൂരി CPM-ന്റെ പോളിറ്റ് ബ്യൂറോയിൽ വരുന്നത്. ആ പോളിറ്റ് ബ്യൂറോയിൽ വന്നതിന് ശേഷമാണ് ഈ ഗോൾഡ് മാർക്കറ്റിലേക്കുള്ള CPM-ന്റെ പുതിയ കേന്ദ്ര കമ്മിറ്റി ആസ്ഥാനത്തേക്ക് യെച്ചൂരിയുടെ പ്രവർത്തന മണ്ഡലം മാറുന്നത്. കഴിഞ്ഞ 30 വർഷത്തിലധികമായി കാലത്തിലോളം സീതാറാം യെച്ചൂരിയുടെ ഓഫീസ് ഈ AKG ഭവൻ്റെ 2ാം നിലയിലെ മുറിയിലായിരുന്നു. ആ മുറിയിൽ തൊട്ട് താഴെയായിരുന്നു ഇന്നും പകൽ മുഴുവൻ യെച്ചൂരിയുടെ ചലനമറ്റ ശരീരമുണ്ടായിരുന്നത്. അതായത് യെച്ചൂരി എന്ന നേതാവിനെ, യെച്ചൂരിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിച്ചിരുന്ന അതേ AKG ഭവനിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ യാത്ര, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര ആരംഭിച്ചത്. ഏതാനും നിമിഷങ്ങൾക്ക് അകം തന്നെ ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കൊണ്ടുവരുന്ന സീതാറാം യെച്ചൂരിയുടെ ഭൗതിക ശരീരം ഈ ആശുപത്രിയുടെ അനട്ടോമി ഡിപ്പാർട്ട്മെൻറ്റിന് കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ CPM-ന്റെ പ്രമുഖ നേതാക്കളും കൈമാറുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവിടെ മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. നേരത്തെ തന്നെ അക്കാര്യം പാർട്ടി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ 1ാം നമ്പർ ഗേറ്റിൽ യെച്ചൂരിക്ക് അവസാന യാത്ര, അതായത് പാർട്ടി നേതാക്കൾക്കും പാർട്ടി പ്രവർത്തകർക്കും അതുവരെയാണ് പ്രവേശനമുള്ളത്. അവിടെ വച്ച് ഈ ആശുപത്രി എയിംസിലേക്കുള്ള വിലാപയാത്ര സമാപിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ യെച്ചൂരിയുടെ മൃതദേഹം എയിംസിലെ വിട്ടുകൊടുക്കും പഠനത്തിനായി.